ഇന്ത്യക്ക് ഭീഷണിയായിട്ട് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു. പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അത് ഭൂമിക്കടിയിലാണ് നടത്തുന്നത്. എന്നൊന്നും എനിക്കറിയില്ല. മാത്രമല്ല, നോർത്ത് കൊറിയയും റഷ്യയും ചൈനയും ഒക്കെ തന്നെ ഭൂമിക്കടിയിൽ ഇത്തരത്തിലുള്ള ആണവ പരീക്ഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളും ഇനി പരീക്ഷണം നടത്താൻ പോവാം. അമേരിക്ക തുറന്ന പുസ്തകം, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. എന്താ സാർ സംഭവിക്കുക? അതായത് പാകിസ്ഥാൻ ഒരു തെമ്മാടി രാജ്യമായി മാറിക്കഴിഞ്ഞിട്ട് കൊല്ലം കുറേ ആയിട്ടുണ്ട്. ഒരു 2-3 പതിറ്റാണ്ടായിട്ട് അതൊരു തെമ്മാടി രാജ്യമാണ്. എന്താണ് തെമ്മാടി രാജ്യം? കാരണം നിയമവിരുദ്ധമായിട്ടുള്ള ഭീകരവാദികൾക്ക് ഇടം കൊടുത്തുകൊണ്ട് അവരെ വെച്ച് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതാണ് തെമ്മാടി രാജ്യത്തിൻ്റെ പ്രത്യേകത. കാരണം അവിടെ നിയമമില്ല. ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും പ്രവർത്തിക്കാനും വളരാനും അവസരം ഒരുക്കി കൊടുക്കുകയും അവരെ പാകിസ്ഥാൻ്റെ ശത്രുസേനയ്ക്കെതിരെ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഇതാണ് തെമ്മാടി രാജ്യത്തിൻ്റെ ഒരു സ്വഭാവം. ദീർഘകാലമായിട്ട് നമ്മൾ അതിൻ്റെ വിക്ടിംസായിരുന്നു, ഇരകളായിരുന്നു. ഇപ്പോൾ ബോംബെയിലെ താജ് ഹോട്ടൽ ആക്രമണം, പാർലമെൻറ്റ് ആക്രമണം, ഇങ്ങനെ എത്രയോ സ്ഥലത്ത് ബോംബ് സ്ഫോടനം, ഇതെല്ലാം പാകിസ്ഥാൻ അറേഞ്ച് ചെയ്തത്, പാകിസ്ഥാൻ ഒരുക്കിയെടുത്തത് ഈ എക്സ്ട്രീമിസ്റ്റ് ഫോഴ്സിനെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യവും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ അമേരിക്ക കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ നിരന്തരമായിട്ട് അണുവായുധ നിർമ്മാണവും പരീക്ഷണവും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. എന്ന് മാത്രമല്ല, ഉത്തര കൊറിയയും ചൈനയും റഷ്യയും അടക്കം ഉള്ള ഈ CTBTയിൽ ഒപ്പിട്ടവർ, ഇവർ ഈ ന്യൂക്ലിയർ ആയുധങ്ങളുണ്ടാക്കുന്ന, അണുവായുധങ്ങളുണ്ടാക്കുന്ന രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് സ്വയമായി ഒരു എഗ്രിമെൻറ്റിലെത്തി. അതാണ് CTBT ട്രീറ്റി എന്ന് പറയുന്നത്. അതെന്താണ് ആ എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, തങ്ങൾ ഇനി അണുവായുധ പരീക്ഷണം നടത്തില്ല, നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ്. ഇന്ത്യ അതിൽ പങ്കാളിയല്ല. പക്ഷേ നമ്മൾ സ്വയം പ്രഖ്യാപിച്ചു ഞങ്ങളും അണുവായുധ പരീക്ഷണം നടത്തില്ല എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ അണുവായുധ പരീക്ഷണം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ ഇനി പാകിസ്ഥാൻ അതൊരു കാരണമായിട്ട് എടുക്കരുത്. പക്ഷേ പാകിസ്ഥാനായാലും റഷ്യ ആയാലും ചൈന ആയാലും നോർത്ത് കൊറിയ ആയാലും അവരാരും തന്നെ ഈ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല. അപ്പോൾ അമേരിക്ക തീരുമാനിച്ച് ഞങ്ങൾ പരസ്യമായിട്ട് ഇത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ലോകം വീണ്ടും ഒരു അണുവായുധ പരീക്ഷണങ്ങളുടെ മാത്രമല്ല, ഒരു അണുവായുധ യുദ്ധത്തിൻ്റെ മത്സരഭൂമിയായി മാറാൻ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അണുവായുധങ്ങൾ ഉണ്ടാക്കുക, ആ അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യുക. രഹസ്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യം പരസ്യമായിട്ട് ഇനിയിപ്പോൾ ചെയ്യും എന്നല്ലാതെ, ഈ അണുവായുധ നിരോധന കരാറിൽ ഒപ്പുവെച്ചെങ്കിലും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കൃത്യമായിട്ട് ഈ അണുവായുധ നിരോധനം പാലിച്ചിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പാകിസ്ഥാൻ വിശേഷിച്ചും. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു കാലത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അണുവായുധങ്ങൾ യഥേഷ്ടം നിർമ്മിക്കപ്പെടുകയും അതിൻ്റെ പരീക്ഷണങ്ങൾ പുരോഗമിക്കുകയും കൂടുതൽ മാരകമായ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഒരു സംഹാര താണ്ഡവം നടത്താവുന്ന ഒരു യുദ്ധത്തിലേക്ക് ലോകത്തെ ഇത് തള്ളിവിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെ 150 തവണ തകർക്കാൻ കഴിയുന്നത്ര ആണവായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതെ, റഷ്യയുടെ കയ്യിലും അതുപോലെ ആണവായുധങ്ങളുണ്ട്. അതെ, ഇത്രയും ആണവായുധങ്ങൾ ചൈനയുടെ ഉണ്ട്. എന്തിനാ പിന്നെ ആണവായുധം നിർമ്മിക്കുന്നത്? ഇവിടെ അല്ല, അതുകൊണ്ട് കാര്യമില്ല, മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങും. ഇനി വിൽപ്പനയോ? വിൽപ്പന തുടങ്ങും. ഇപ്പം പാകിസ്ഥാൻ ആർക്ക് വേണമെങ്കിലും അണുവായുധം കൊടുക്കും, കാശ് കിട്ടിക്കഴിഞ്ഞാൽ. കാരണം അത്രയേറെ ദരിദ്രമായ ഒരവസ്ഥയിൽ ആ രാജ്യം എത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു രാജ്യമല്ല, ബലൂചിസ്ഥാൻ വേറെയാണ്, പിന്നെ ആ സിന്ധ് പ്രദേശം വേറെയാണ്, ഖൈബർ പക്തൂൺ പ്രദേശം, ഇങ്ങനെ ഓരോ പ്രദേശങ്ങളും ഓരോന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സെൻറ്റർ കനോട്ട് ഹോൾഡ്, തിങ്സ് വിൽ ഫാൾ അപ്പാർട്ട് എന്ന് പറയുന്ന രീതിയിൽ, എന്ന് WB യേറ്റ്സ് സെക്കൻഡ് കമ്മിങ് എന്ന് പറഞ്ഞ കവിതയിൽ പറയുന്ന പോലെ, കേന്ദ്രത്തിന് ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത കാരണം ഇത് ചെതറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെതറാനുള്ള കാരണം എന്താണ്? കാരണം കേന്ദ്ര സർക്കാർ തന്നെ, പാകിസ്ഥാനിലെ കേന്ദ്ര സർക്കാർ തന്നെ തീവ്രവാദികൾക്കും
ഭീകരവാദം. ഭീകരവാദികൾക്കും ഇടം കൊടുത്ത് അവർക്ക് വളരാനും പടരാനുമുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഒസാമ ബിൻ ലാദൻ പാകിസ്ഥാനിലായിരുന്നല്ലോ, അതെ. അമേരിക്കയിൽ നിന്ന് കൊന്നു. അപ്പോൾ ഇനിയിപ്പോൾ തീവ്രവാദികൾ ഇനി ഇപ്പോൾ നമ്മളെ ആക്രമിക്കുന്ന തീവ്രവാദികൾ പാകിസ്ഥാനിൽ എവിടെ ഉണ്ടെങ്കിലും നമ്മളും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീവ്രവാദത്തെ ഇനി ഒരു ഓപ്പൺ യുദ്ധമായിട്ട് മാത്രമേ മറ്റ് രാജ്യങ്ങൾ പരിഗണിക്കൂ. ഇത്രയും കാലം ഇവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കൊന്നുമില്ലേ, ഞങ്ങൾക്ക് പങ്കില്ലേ, അവർ പോകുന്നതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. DYFIക്കാരും SFIക്കാരും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രതികളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് പാർട്ടി പരിപാടിയല്ല എന്നും CPM പറയുന്നത് പോലുള്ളൊരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകത്തിന് വലിയ തരത്തിലുള്ള ഒരു ഭീഷണിയാണ്. ഇവരാര് വേണമെങ്കിലും ആർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാനും കൊടുക്കാനും മടിയില്ലാത്തവരാണ്. ഇപ്പം നിങ്ങൾ വേറൊരു ആംഗിളൊന്ന് എടുത്തു നോക്ക്. പാകിസ്ഥാന് ഈ കാര്യം കിട്ടിയ സ്ഥിതിക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കൂലേ? ഇസ്ലാമിക രാജ്യങ്ങളും യൂറോപ്പും തമ്മിലുള്ള റിഫ്റ്റ് ഇപ്പോൾ വളരെ പെട്ടെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുരോഗതി വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പാകിസ്ഥാനിൽ നിന്ന് ആണവായുധങ്ങൾ വാങ്ങിയിട്ട് ഇവർക്ക് യൂറോപ്പിനെയും ബാക്കി രാജ്യങ്ങളെയും ആക്രമിക്കാൻ കഴിയും. അപ്പോൾ ആണവായുധങ്ങളുടെ ഭീഷണിയിൽ നിന്ന് തങ്ങൾ വിമുക്തരാണ് എന്ന് കരുതിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പാകിസ്ഥാൻ ഒരു ഭീഷണിയാണ്. കാരണം ഇസ്ലാമിക ശക്തികൾക്ക് ഇപ്പോൾ ഇറാനായാലും ഇറാഖിനായാലും സൗദി അറേബ്യക്കായാലും പാകിസ്ഥാൻ അണുവായുധങ്ങൾ കൊടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവർക്ക് കാശ് മതി. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ പൊക്രാനിൽ അണുസ്ഫോടനം നടത്തി നമ്മളൊരു പരീക്ഷണം നടത്തിയതിന് ശേഷമാണ് പാകിസ്ഥാൻ വീണ്ടും ആണവ പരീക്ഷണം നടത്തിയത്. അന്ന് മുതൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, ഇന്ത്യയെ പോലെ മികച്ച ആണവ ശാസ്ത്രജ്ഞന്മാരൊന്നും പാകിസ്ഥാനിലില്ല, അമേരിക്ക നൽകിയ ആണവായുധങ്ങളാണ്. ഇന്ത്യക്കെതിരെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് അവർ ഞങ്ങളിപ്പോൾ ആണവായുധം പൊട്ടിക്കും, ഞങ്ങളിപ്പോൾ ആണവായുധം പ്രയോഗിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒന്നും ചെയ്യില്ല. അന്നും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ആണവായുധങ്ങളുടെ കസ്റ്റോഡിയൻ അമേരിക്കയാണ്. അപ്പോൾ അമേരിക്കയുടെ സഹായം എല്ലായ്പ്പോഴും പാകിസ്ഥാൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാണ് അമേരിക്ക പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നു എന്ന് വിളിച്ചു പറയുന്നത്? ഒരു ഇരട്ടത്താപ്പില്ലേ? അതിനൊരു ആഗോള സാഹചര്യമുണ്ട്. എന്താണ് ആഗോള സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നിങ്ങൾ എടുത്തു നോക്കുക. എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും ഒരു ആൻറ്റി ഇസ്ലാമിക് ഫോഴ്സ് വന്നു കഴിഞ്ഞോടെ ആൻറ്റി ഇസ്ലാമിക് ഫോഴ്സും ക്രിസ്ത്യൻ ഫോഴ്സും തമ്മിലാണ് റിഫ്റ്റ് വരുന്നത്. നിങ്ങൾ ഈ പ്രസ്താവനയെ വേറൊന്നുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കണം. ലോകത്തിലെ ക്രിസ്തു മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്ക ഇറങ്ങുമെന്ന് ട്രംപ് പറഞ്ഞു. ശരിയല്ലേ? അതെ. നൈജീരിയയുടെ പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെ അങ്ങനെ കൊല്ലാൻ പറ്റില്ല, ക്രിസ്ത്യാനികളെ കൊല്ലുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഇറങ്ങുമെന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷി രാജ്യങ്ങളിലെ ഭീഷണിയായിട്ട് ഇത് വരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇത് എതിർക്കുന്നത്. ഇത്രയും കാലം ഉത്തര കൊറിയക്ക് പിന്നെ ഒരു നിയമം, അന്താരാഷ്ട്ര നിയമവും ബാധകമല്ല. അമേരിക്കയ്ക്ക് പേടിയുമാണ്. അമേരിക്ക എല്ലാവർക്കും പേടിയാണ്. കാരണം അവനെന്തും ചെയ്യും. അവന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇതല്ല. അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ചൈന ആയാലും ബാക്കി രാജ്യങ്ങളായാലും യൂറോപ്പിലേക്ക് എത്താൻ കുറേ സമയം എടുക്കും. പക്ഷെ അറബ് രാജ്യങ്ങൾ അങ്ങനെയല്ല. ഇറാനായാലും ഇറാഖായാലും സിറിയ ആയാലും ബാക്കി രാജ്യങ്ങളൊക്കെ ഇത് ഈ യൂറോപ്പുമായിട്ട് അതിർത്തി പങ്കിട്ട് കിടക്കുകയല്ലേ? അതെ. ആ യൂറോപ്പുമായിട്ട് അതിർത്തി പങ്കുവെച്ച് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ, അതെല്ലാം ഇസ്ലാമിക് ഫോഴ്സുകളാണ്, ഇസ്ലാമിക് മതരാജ്യങ്ങളാണ്. ആ മതരാജ്യങ്ങളുടെ കയ്യിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ക്രൈസ്തവ മതരാജ്യങ്ങളാണ് യൂറോപ്പ്. ഇപ്പം ഈ ഭയങ്കര സെക്കുലറിസം പറയുന്ന ഇംഗ്ലണ്ട്, അവരുടെ ഔദ്യോഗിക മതമുണ്ട്. ആംഗ്ലിക്കൻ കത്തോലിസിസമാണ് അവരുടെ ഔദ്യോഗിക മതം. സ്റ്റേറ്റ് റിലീജിയൻ ഉള്ളതാണ്. ഫ്രാൻസിന് കാത്തലിക് മതമാണ് സ്റ്റേറ്റ് റിലീജിയൻ. അപ്പോൾ അതുപോലെ പോളണ്ട്, ബെൽജിയം, നിങ്ങൾ എടുത്ത് രാജ്യം എടുത്തു നോക്കിയോ, ആ രാജ്യങ്ങളിലെല്ലാം അവരുടെ സ്റ്റേറ്റ് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതമാണ്. സ്റ്റേറ്റ് റിലീജിയനായിട്ട് ക്രിസ്തുമതം അംഗീകരിച്ചിട്ടുള്ള നാറ്റോ സഖ്യകക്ഷികളും ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളും. അപ്പോൾ സ്റ്റേറ്റ് റിലീജിയനായിട്ട് ക്രിസ്തുമതത്തെ അംഗീകരിച്ചിരിക്കുന്ന രാജ്യങ്ങളും ഇസ്ലാമും തമ്മിലൊരു ഫൈറ്റ് വരുന്ന സമയത്ത്
സ്വാഭാവികമായിട്ടും ഇസ്ലാമിക രാജ്യങ്ങൾ ആര് സഹായിക്കും? പാകിസ്ഥാൻ സഹായിക്കും. അതെ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കാശ് മതി. ഉം. അപ്പോൾ കാശിന് വേണ്ടി പാകിസ്ഥാൻ ഇവർക്ക് ആറ്റം ബോംബ് കൊടുത്തു കഴിഞ്ഞാൽ, അണു ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, അത് അമേരിക്കയുടെ താല്പര്യത്തെയും യൂറോപ്പിൻ്റെ താല്പര്യത്തെയും ഹനിക്കും എന്ന് കണ്ടപ്പോഴാണ് അതിൽ പിടിവെക്കാൻ വന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഈ അമേരിക്കയിൽ നിന്ന് ഈ അണുവായുധങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിലും അതുകൂടാതെ സ്വന്തമായിട്ട് പാകിസ്ഥാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാനായിട്ട്. പാകിസ്ഥാനിൽ അണുവായുധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിധത്തിൽ ഉള്ള എക്സ്പെർട്ടൈസ് ഇല്ലാന്ന് നമുക്ക് വിധി എഴുതാൻ പറ്റില്ല. ഉം. അതൊരു ഓവർ സ്റ്റേറ്റ്മെൻ്റാണ്. കാരണം പാകിസ്ഥാന് അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതി വെച്ചിട്ട് അവരത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അണുവായുധ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ അണുവായുധ പരീക്ഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് യൂറോപ്പിന് കൂടി എതിരാണ്, ക്രൈസ്തവ രാജ്യങ്ങൾക്ക് കൂടി എതിരാണ് എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ വെറുതെ ഇരിക്കില്ല, ഞങ്ങളും അണുവായുധങ്ങൾ ഇനിയും ഉണ്ടാക്കി തുടങ്ങും എന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് മാത്രം അമേരിക്ക ഇതുവരെ അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരും പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തെ ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുന്നതിന് ഉതകും പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കം. ഇപ്പോൾ ഇന്നാമത്തെ ഈ പ്രസ്താവന വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ്. അതെ. ഇന്നലെ മറ്റോ പാകിസ്ഥാൻ ഞങ്ങൾ നിഷേധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ നിഷേധം കൊണ്ട് കാര്യമൊന്നുമില്ല. എന്താ കാരണം? ഇന്ന് വരെ ഇത്രയും ടെററിസ്റ്റുകളെ ഇവിടെ വിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം, പഹൽഗാമിനടക്കം ചെയ്തതിന് ശേഷം, നിരപരാധികളായ ഇന്ത്യക്കാരെ മതത്തിൻ്റെ പേരിൽ മാത്രം കൊന്നൊടുക്കിയതിന് ശേഷം അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളിത് സംഭവിച്ചിട്ടുണ്ടെന്ന്? ഇല്ല. അപ്പോൾ അത് നുണ മാത്രം പറയുന്ന ഒരു രാജ്യമാണ്. നുണയാണ് അതിൻ്റെ ഒരു മുഖമുദ്ര. അങ്ങനെ പറയുന്ന ഒരു രാജ്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വിശ്വസിക്കാൻ പറ്റില്ല. അമേരിക്കയ്ക്കും അവരെ വിശ്വാസമല്ല, അമേരിക്കയെ പാകിസ്ഥാനും വിശ്വാസമല്ല. ഇതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.